കോൺഗ്രസിനുള്ളിലെ അബിൻ വർക്കിയാണെങ്കിൽ സീറ്റില്ലാതെ നിലവിളിക്കുന്നു. ബി.ജെ.പിയിൽ നിന്ന് പോയ സന്ദീപ് വാര്യർ, സീറ്റ് കിട്ടാതെ പോയ സന്ദീപ് വാര്യർ ഇപ്പോൾ ജയിലിലാണ്. അവിടെയും നിലവിളി. അങ്ങനെ കോൺഗ്രസ് യുവ നേതാക്കളെ പരിഗണിക്കുന്നില്ല. പരിഗണിച്ചല്ലോ, സന്ദീപ് വാര്യരെ ശരിക്കും അങ്ങ് പരിഗണിച്ചവർ. പത്തനംതിട്ടയിലെ സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞായിരിക്കും അവിടെ വിളിച്ചുകൊണ്ട് പോയി അവിടെ പോലീസ് കമ്മീഷണർ ഓഫീസിൻ്റെ മുമ്പിൽ നടത്തിയ മായാജാല പ്രകടനത്തിന് വേണ്ടിയിട്ട് അയ്യപ്പൻ അങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നീ ഇവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അടൂർ സബ് ജയിലിൽ കൊണ്ടുപോയി തടവിലാക്കി. കഴിഞ്ഞ 19 ദിവസമായിട്ട് 20 ദിവസമാവുന്ന 20 ദിവസമായിട്ട് മൂപ്പർ അതിനകത്ത് കിടപ്പാ. കണ്ട തെമ്മാടിക്കൂട്ടങ്ങളുടെ, ഗുണ്ടാ സംഘങ്ങളുടെ, ബലാത്സംഗ കേസ് പ്രതികളുടെ, പോക്കറ്റടി കേസ്, അങ്ങനെ പെറ്റി കേസ് മാത്രമല്ല പോക്സോ കേസ് വരെയുള്ളവരുടെ പ്രാഥമികമായിട്ടുള്ള വിചാരണയ്ക്ക് മുമ്പായിട്ട് ഇടുന്ന സ്ഥലത്ത് എല്ലാവരുടെ ഒപ്പം നല്ല സൗഹാർദ്ദത്തിൽ കഴിയുക. പിന്നെ ഏക ആശ്വാസമുള്ളത് 3 യൂത്ത് കോൺഗ്രസ് യുവതികളും അതിനകത്തുണ്ട്. ഇതുവരെ ജാമ്യം കൊടുത്തിട്ടില്ല. കാരണം പൊതുമുതൽ നശിപ്പിക്കലാണ്. ഒരു കാര്യമില്ല. ബി.ജെ.പിയിൽ ഇരുന്നപ്പോൾ നല്ല സുമുഖനും സിമ്പിളനുമായിട്ട് നല്ല ഡ്രസ്സും ഒക്കെ ആയിട്ട്, പൊടി പോലും പറ്റാത്ത ഡ്രസ്സുമായിട്ട് വന്ന് സുമുഖനായിട്ടിരുന്ന് സുന്ദരനായിട്ടിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാശിയേറിയ വാഗ്വാദങ്ങളെല്ലാം ജയിച്ച് അങ്ങനെ വിജയു കിഷുവും അതുപോലെ തന്നെ ദിഗ് വിജയുമായിട്ടൊക്കെ പോയി രാജസൂയവും ഒക്കെ നടത്തിയിരുന്ന ആൾ, അശ്വമേധവും ഒക്കെ നടത്തിയ സന്ദീപ് വാര്യർ ഇപ്പോൾ അടൂർ ജയിലിലെ സബ് ജയിലിൽ കിടക്കുകയാണ്. മൂത്രത്തിൻ്റെ ഈ സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത് സന്ദീപ് വാര്യറിനെ കോൺഗ്രസ്സുകാർ ചതിച്ചു എന്നാണ്. കാരണം അദ്ദേഹത്തിന് ഒരു സൂചനയെങ്കിലും നൽകിയിരുന്നേ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയത്. ഇതിപ്പോ പോലീസിന്റെ അകത്തായി പോയി. അതെ, അവങ്ങനെ വരണം. കാരണം ഇപ്പോൾ കണ്ടില്ലേ, യൂത്ത് കോൺഗ്രസ് സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ തന്നെ, മത്സരം നടക്കാതെ തന്നെ നാമനിർദ്ദേശം നടന്നപ്പോൾ തന്നെ ജിനേഷിനെ ആ സ്ഥാനത്ത് വെച്ചപ്പോൾ തന്നെ അബിൻ വർക്കിയുടെ പ്രതിഷേധം കണ്ടില്ലേ. കോൺഗ്രസ് അങ്ങനെയാണ്. പാർലമെൻ്ററി വ്യാമോഹം വേണ്ടാന്നൊന്നും ആ പാർട്ടി പറയുന്നില്ല. പാർലമെൻ്ററി വ്യാമോഹം അതിൻ്റെ ഒരു കാറ്റലിസ്റ്റാണ്, രാസത്വരകമാണ്. അങ്ങനെ ഒരു പാർട്ടി ആകുമ്പോൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളുടെ, കോൺഗ്രസിൻ്റെ അല്ല, ശത്രുവാണ്. കാരണം എന്താ, ഏതെങ്കിലും ഒരു പോസ്റ്റോ അല്ലെങ്കിൽ ഒരു സീറ്റോ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. കാരണം ബി.ജെ.പിയിൽ നിന്ന് വിട്ടുവരിക എന്ന് പറയുന്ന മഹാത്യാഗം ചെയ്തതിന്. അപ്പോൾ ഇവിടെ പെട്ടി ചുമന്നും വിറക് കയറിയും വെള്ളം കോരിയും ഒക്കെ നടന്ന, അതുപോലെ തന്നെ പോസ്റ്റർ ഒട്ടിച്ച് നടന്ന പോസ്റ്റർ ബോയ്സ് ഉണ്ടല്ലോ, അവർക്ക് സ്ഥാനം കിട്ടാതെ വരും. ആ ഒരു സ്ഥാനം നഷ്ടമായി പോകും. സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നത് ചിലരല്ല, കോൺഗ്രസ്സിൽ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ആടിപടലം എന്ന് പറഞ്ഞാൽ താഴെ തട്ട് മുതൽ അങ്ങ് മുകളറ്റം വരെ അങ്ങനെ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മൾ കർണാടകത്തിൽ ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിലുള്ള കലഹം പരിഹാരമായിട്ടില്ല ഇതുവരെ. ഇതപ്പോൾ ഇന്ത്യ മുന്നണി തന്നെ കലഹമാണ്. സീറ്റിന് വേണ്ടിയിട്ടുള്ള കലഹം നടന്നിട്ട് ഇപ്പോൾ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഗാസ യുദ്ധം തീർന്നു, പക്ഷേ ബീഹാറിൽ ഇന്ത്യ മുന്നണിയിലെ യുദ്ധം തുടങ്ങി. അവിടെ നിൽക്കട്ടെ. ഇങ്ങനെയൊരു സ്ഥിതിവിശേഷത്തിൽ സന്ദീപ് വാര്യർ വരുന്നത് നമുക്കൊരു കുഴപ്പമാണ്. നമ്മളിപ്പോൾ കണ്ടിട്ടില്ലേ, നഗര തെരുവുകളിൽ നായ്ക്കൾ അവരൊരു സംഘമായിട്ട് നടക്കും. ആ സംഘത്തിലേക്ക് വേറൊരാൾ പുറത്തുനിന്ന് കയറാൻ വന്നു കഴിഞ്ഞാൽ അവരെല്ലാം കൂടെ കൂട്ടക്കൊര കുറയ്ക്കും, അവനെ ചതിക്കും, കടിക്കും, പോവും, അവൻ ജീവനും കൊണ്ട് ഓടും എന്ന് പറഞ്ഞ പോലെ സന്ദീപ് വാര്യർ കയറി വന്നത് കോൺഗ്രസിന് നേതൃത്വത്തിനൊരു വലിയ ശല്യമായിരിക്കുക. ഇനി ഇവനും കൂടെ കൊടുക്കണമല്ലോ, ഇത് പങ്കുവെക്കണമല്ലോ. പങ്കുവെക്കാൻ ഒന്നാമതില്ല. എല്ലാ നേതാക്കൾക്കും കൊടുക്കുവാണെങ്കിൽ ഇവിടെ കേരളത്തിൽ തന്നെ ഒരു 10-500 സീറ്റെങ്കിലും വേണം, നിയമസഭാ സീറ്റ്. അതിനില്ല ഇവിടെ. അപ്പോൾ അങ്ങനെ ജംബോ നിയമസഭയിലേക്ക് മാത്രമേ പറ്റൂ അക്കോമഡേറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോൾ ഇവൻ അവിടെ കിടക്കട്ടെ എന്നാണ് വിചാരിച്ചത്. വീറോടെ വാദിക്കാൻ കഴിവുള്ള വക്കീലുണ്ടായിരുന്നു, ഇയാൾക്ക് ജാമ്യം കിട്ടിയെന്ന്. ഇപ്പോൾ ജാമ്യം കിട്ടുന്നില്ല, അവിടെ കിടപ്പാ. ഒരു പ്രതിഷേധമില്ല, സമൂഹ മാധ്യമങ്ങളിൽ ഒരു പോസ്റ്റില്ല, നേതാക്കളുടെ സന്ദർശനമില്ല. സന്ദീപ് വാര്യർ ജയിലിലാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് പോലും അറിയാത്ത അവസ്ഥയായി. ചെറുതായിട്ട് ഷാഫി പറമ്പിലിന്റെ മൂക്കൊന്ന് ചെറുതായി പോറിയപ്പോൾ കേരളം കത്തി. ചെറുതായിട്ടല്ലേ, എല്ലൊടിഞ്ഞു. അല്ല, അത് നോക്കുമ്പോൾ സന്ദീപ് വാര്യർ ഇത്രയും ദിവസമായി ജയിലിൽ കിടക്കുകയാണ്. ആരെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കാം, അതിലെ ഒരു പ്രതിഷേധ പ്രകടനമെങ്കിലും വയ്ക്കായിരുന്നു. അതെ, അങ്ങേരുടെ ഈ ഒക്കെ ജീവിതക്രമങ്ങളെന്ന് പറയുന്നത് ഇങ്ങനെ ഇനി ചിട്ടപ്പെടുന്നു. നല്ല ഒന്നാന്തര അമ്പലവാസിയാണ്. രാവിലെ എണീക്കണം, കുളിക്കണം, ജപിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി എങ്ങനെ നടക്കും? അതാണ്. പിന്നെ തന്നെ എല്ലാവിടെ മാംസത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും ഒക്കെ ദുർഗന്ധമൊക്കെ ഉള്ള സ്ഥലമാണേ. പൊതുവായിട്ടുള്ള ഭക്ഷണം ചിക്കനും ഒക്കെ ഇപ്പോൾ ചപ്പാത്തിയും ചിക്കനും അല്ല, പണ്ടത്തെ ഗോതമ്പുണ്ടൊന്നും അല്ല. അതായത് ജയിൽ ചിക്കൻ എന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ കഴിക്കാൻ കിട്ടുന്നത്.
ഈ ചിക്കനൊക്കെ ഈ മനുഷ്യൻ എങ്ങനെ കഴിക്കും? അതാണ് പൊതുവായിട്ടുള്ള ആഹാരം. അതെല്ലാം ഇപ്പൊ വിഷയമില്ല. അദ്ദേഹത്തിന്റെ യാത്രകൾ മുഴുവൻ ഇപ്പൊ മുസ്ലിം ലീഗ് നേതാക്കളുമായിട്ട്. അങ്ങനെ ഒരു കാര്യമുണ്ട്. കറക്റ്റ്. പാണക്കാട്ടേക്കും ഒക്കെ പോയതിന് ശേഷം അദ്ദേഹത്തിന് മൊത്തത്തിലൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പച്ചക്കറി മാത്രമല്ല ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അത് നല്ലൊരു വിറ്റാണ്. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് കുഴപ്പമില്ല. അതൊരു പരിശീലനം പാണക്കാട്ട് നിന്ന് ലഭിച്ചതുകൊണ്ട്, ബിരിയാണിയൊക്കെ കഴിച്ചൊരു പരിശീലനം നേരത്തെ കിട്ടിയത് കൊണ്ട് ഇപ്പോൾ അതിനോട് വലിയ ആർത്തിയായിരിക്കും. ആർത്തിയോട് ആ ഭക്ഷണം കഴിക്കും. അപ്പോൾ ആ പ്രശ്നം ഒഴിവായി. ചിലപ്പോൾ ഇതും പരിശീലനമായിരിക്കും. പിന്നെ BJP-യിൽ ദേഹം അനങ്ങാതെയാണല്ലോ വളർന്നു വന്നത്, ചർച്ചയിലൂടെ മാത്രം. നീ സമരം ചെയ്ത് അടി വാങ്ങി ജയിലിൽ കിടന്ന് വളർന്നു അതിനുള്ള പരിശീലനമായിരിക്കും ഇപ്പോൾ കോൺഗ്രസ് നൽകുന്നത്. അല്ല, വേറൊരു കാര്യമുണ്ട് ശ്രീജിത്തെ, നമ്മളിതൊന്നും അതൊന്നും ശരിക്കും റീഡ് ചെയ്ത. ഞാൻ ശബരിമലയ്ക്ക് വേണ്ടി അവിടെ കൊള്ളയ്ക്കെതിരെ ഞാൻ സബ് ജയിലിൽ കിടന്നാണ്. എനിക്ക് സീറ്റ് വേണമെന്ന് പാർട്ടി പുറത്ത് വാദിക്കാം. BJP-ക്കാർ എത്ര പേര് സബ് ജയിലിൽ കിടന്നു എന്നും നമ്മുടെ അന്തിച്ചർച്ചയിൽ വാദിക്കാം. നല്ലൊരു സ്കോറാ അത് സീറ്റ് കിട്ടാൻ. ഞാനും അടികൊണ്ടു BJP-ക്കാരൻ ഏതവനാ സബ് ജയിലിൽ കിടന്നെന്ന് കയറി ചോദിക്കാം. വീറോടെ വാദിക്കാതെ അതിനൊരു പരിശീലനം കിട്ടട്ടെ. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ ദിവസങ്ങളായി, 17-18 ദിവസമായി. ഇനി മേലാ കോൺഗ്രസിലോട്ട് പോകത്തില്ലെന്നൊരു തീരുമാനം എടുക്കാനും മതിയായി. എനിക്ക് തോന്നി ഇതൊന്നും അല്ല, നമ്മളീ പറയുന്ന ഒന്നുമല്ല ശരി. അയ്യപ്പനൊരു പണി കൊടുത്തത്. എടാ, ആത്മാർത്ഥതയില്ലാതെ സീറ്റ് കിട്ടാൻ വേണ്ടിയാണോ നീ എനിക്ക് വേണ്ടി സമരം ചെയ്യാൻ വന്നത്? നീ എന്നാ അവിടെ കട. ഇതുപോലാണ് പിണറായി വിജയനും പണി കൊടുത്തിരിക്കുന്നത്. ആഗോള സംഘം നിനക്ക് വോട്ട് കിട്ടാൻ വേണ്ടി എൻ്റെ പേര് ഉപയോഗിക്കുകയാണ്. ഇത് നെഹ്റു കുടുംബം, ഗാന്ധി കുടുംബമോ നെഹ്റു കുടുംബമോ അല്ല. ആ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ നെഹ്റു എന്നല്ലേ വരേണ്ടത്. അതിന് ഗാന്ധിയുടെ പേരെടുത്ത് അത് വല്ലാത്തൊരു ഫ്രോഡല്ലേ നടത്തിയേ. അതുപോലെ ഫ്രോഡ് എൻ്റെ പേര് വേണ്ട. അയ്യോ സംഘമൊന്നും പറഞ്ഞ് നീ അവിടെ നടത്തണ്ട. നീ നിന്റെ പാർട്ടിയുടെ ചെഗുവേര സംഗമമൊക്കെ നടത്തിയാൽ മതി, അല്ലെങ്കിൽ പാലസ്തീൻ ഐക്യദാർഢ്യ സംഗമമൊക്കെ നടത്തിയാൽ മതി എന്ന് അയ്യപ്പൻ പറഞ്ഞ്, അങ്ങനെയാണ് മകൻ, ആ പാവപ്പെട്ട പയ്യനാണ് അബുദാബി താമസിക്കുന്ന ആളിൻ്റെ പേരിൽ വന്ന സമൻസിൻ്റെ തെളിവ് സഹിതം പുറത്തു വന്നത്. ഇനിയിപ്പോൾ പോകുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പല നേതാക്കളും ഇപ്പോൾ ഈ ജയിലിലേക്ക് പോകാൻ പോരാ. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ടായിട്ടിരുന്നത് പോയേ പറ്റൂ. കാരണം എല്ലാ തെളിവുകളും അയ്യപ്പൻ അവിടെ മഷിയിട്ട് കാണിച്ചു കൊടുത്തിരിക്കുക. അങ്ങനെ കാണിച്ചിരിക്കുക. പല നേതാക്കളും ഇപ്പോൾ ഘോഷയാത്രയായിട്ട് ശബരിമലയിലേക്കല്ല പോകുന്നത്, ഇനി ജയിലിലേക്കാണ് പോകുന്നത്. അങ്ങനെ അയ്യപ്പൻ പണി കൊടുത്തിരിക്കുക. അതുപോലൊരു പണി ഈ മര്യാദയ്ക്ക് നീ BJP-യിൽ ഇരുന്നാൽ പോരായിരുന്നു. ആത്മാർത്ഥമായിട്ട് നിനക്ക് ശബരിമലയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ. നീ ഇങ്ങനെ കോൺഗ്രസിൻ്റെ കൂടെ സീറ്റ് കിട്ടാൻ വേണ്ടി ഞങ്ങളും ഉണ്ട്, മറുവശത്ത് വർഗീയ പ്രകടനം നടത്തുകയും എന്നിട്ട് എൻ്റെ പേര് നീ അവിടെ വന്ന് കപട്ട സമരം നടത്തുകയും ചെയ്തില്ലേ, എന്നാൽ നീ അവിടെ പോയി കിടന്നു എന്ന് പറഞ്ഞ് ശിക്ഷിച്ചത്. 12 അയ്യപ്പ സംഗമം നടത്തിയത് അതിൽ ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു പരിക്ക് പറ്റിയോ? ഏതെങ്കിലും ആൾക്കൊരു വീഴ്ച പറ്റിയോ? ആർക്കെതിരെയെങ്കിലും ആരോപണം വന്നു? ഒന്നും വന്നില്ലല്ലോ. ഡൽഹി അയ്യപ്പ സംഗമം നടന്നു, ശബരിമല രക്ഷാസംഗമം, ഒരു കുഴപ്പവും ഉണ്ടായില്ലല്ലോ. അപ്പോൾ എന്നോട് നിങ്ങൾ എന്നെ വിശ്വസിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഓക്കെ. കപട്ട ഭക്തി എന്നോട് കാണിക്കരുത് എന്നുള്ള ഒരു. അല്ല, ഈ കോൺഗ്രസ്സുകാർ എന്തുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തെ പരിഗണിക്കാത്തത്? കോൺഗ്രസ്സുകാർ ഇത് തന്നെ അവിടെ മത്സരം, കസേര കിസ കുർസിക്ക, കസേരയ്ക്ക് വേണ്ടിയുള്ള മത്സരം. കസേര കളിയല്ലേ കോൺഗ്രസ് നടക്കുന്നത്. അപ്പം കസേരയുടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കസേര കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാള് സന്ദീപ് തോന്നലുണ്ടാകുമ്പോൾ ചവിട്ടിയെടുത്തെറിയും. ഇത് കസേര കളി നടത്തുന്നവരുടെ എണ്ണമേ കൂടുന്നുള്ളൂ, കസേരകളുടെ എണ്ണം കൂടുന്നില്ലല്ലോ ശ്രീജിത്തെ. അതാണ് പ്രശ്നം. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അത് തന്നെയാണല്ലോ ഇന്ത്യ മുന്നണി അവിടെ അടിച്ചു പിരിയാനും കാര്യം. എവിടെ? ബീഹാറിലെ. അതാണ് അതിൻ്റെ കാര്യം. വോട്ട് ചോരിക്കാരെ ഒരുമിച്ച് നിന്ന യാത്ര നടത്തിയ ആൾക്കാർ ഇപ്പോൾ അടിച്ചു പിരിയുകയാണ്. അയാളിപ്പോഴും കൊളംബിയയിൽ കിടക്കുവാന്ന് തോന്നി രാഹുൽ ഗാന്ധി, അല്ലേ? ഇങ്ങ് പോന്നിട്ടില്ല. അപ്പോഴാണ് ചർച്ച നടക്കുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ സംഗതികൾ. അല്ല, അദ്ദേഹം എവിടെയാണെന്ന് ഒരു ധാരണയില്ല. ഇന്ത്യയിലുണ്ടോ അതോ വിദേശത്താണോ അതോ മലേഷ്യയിലാണോ? ഒരു മഷിയിട്ട് നോക്കിയാലേ അറിയാൻ പറ്റും. ആ പരുവത്തിലാണ് പുള്ളിക്കാരൻ. ഇടയ്ക്കിടയ്ക്ക് ഒരു മാസത്തിൽ ഒരു 10 ദിവസമെങ്കിലും ആളെ കുറിച്ച് അറിവ് കാണില്ല. അതെ, ഒരൊറ്റ പോക്കാണ്. ഇഷ്ട സാമ്രാജ്യത്തിലേക്ക് പോവുകയാണ്. അങ്ങനെ ലോക രാഷ്ട്രീയത്തിൽ തന്നെ ഇങ്ങനെയുള്ള നേതാക്കന്മാർ അധികം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇങ്ങനെ മധുവിധു ആഘോഷിക്കാൻ പോകുന്ന ആൾക്കാർ ഇവിടെ വന്ന് രാഷ്ട്രീയ മധുവിധു ആഘോഷിക്കുക, അവിടെ പോയിട്ട് അല്ലാത്ത മധുവിധു ആഘോഷിക്കുക. കൊള്ളാം, നല്ല സുഖിമാനാണ്. ഇതുപോലൊരു രാജകുമാരി ഇതുപരെ എന്തു വേണം? എല്ലാ സൗകര്യങ്ങളും സ്വാതന്ത്ര്യവും കൊടുക്കുന്നില്ലേ? വളരെ നല്ല കാര്യം. എന്തായാലും സന്ദീപ് വാര്യരുടെ കാര്യം. അല്ല, വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ? ഇനി സീറ്റിൽ ജയിലിൽ കിടന്ന ഒരാൾക്ക് സീറ്റ് കൊടുക്കാതിരിക്കാൻ കഴിയില്ലല്ലോ. വേറെ കേസ്, വേറെ ക്രിമിനൽ കേസാണ്. മത്സരിക്കാൻ പറ്റുമെന്നുള്ളത് കണ്ടറിയണം. അതുകൊണ്ടാണ് സബ് ജയിലിൽ ജാമ്യം കൊടുക്കാത്ത കേസാണ്, ജാമ്യമില്ലാത്ത കേസാണ്.
ഡിസ്ക്വാളിഫൈഡ് ആണോ എന്നുള്ളത് നോക്കണേ. കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഡിസ്ക്വാളിഫൈഡ് ആവും, മത്സരിക്കാൻ പറ്റില്ല. അല്ല, അത് ശിക്ഷിക്കപ്പെടുമ്പോഴല്ലേ? ശിക്ഷിക്കപ്പെടുമ്പോഴല്ലേ? ചാർജ് ചെയ്യുമ്പോൾ ശിക്ഷിക്കപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. കുറ്റവിചാരണ നേരിടേണ്ടി വരുമല്ലോ. അപ്പം അത് സംബന്ധിച്ചുള്ള പുതിയൊരു ബില്ല് ഈയിടെ പാസ്സാക്കിയിട്ടുണ്ടല്ലോ. ഇത്ര വർഷത്തിന് ശിക്ഷ കേന്ദ്രം പാസ്സാക്കി വെച്ചിരിക്കുക. അത്ര ശിക്ഷിക്കാവുന്ന ഒരു കേസ് വന്നു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈ ചെയ്യണം. അതിപ്പം പാർലമെൻറ്റിൽ പാർലമെൻ്ററി സംഘം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. പാർലമെൻ്ററി കമ്മിറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് ഓൺലി ഇൻ ദി എംബ്രിയോണിക് സ്റ്റേജ്. അത് ഇഫക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് മത്സരിക്കാൻ പറ്റില്ല. പക്ഷേ ഭാഗ്യവശാൽ ഒരു പക്ഷേ അതിൻ്റെ തീരുമാനം വരുന്നത് നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ.